ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മരിൻ്റെ നാളത്തെ സൂപ്പർ പ്രൊമോ സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും വിശേഷത്തിലേക്ക് പോകുമ്പോൾ വലിയൊരു മത്സരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോയി കേട്ടോ. രാജീവ് എത്തിയതോടുകൂടി കളമൊന്നും മുറുകി എന്ന് പറഞ്ഞാൽ അലീനയെ പുറത്താക്കുവാൻ കഴിയുമെന്ന് നമ്മുടെ വൈജയന്തി കൂടുതലായിട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും നാളെ. അതിൻ്റെ പര്യവസാനത്തിലേക്കൊക്കെ എത്തുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് നാളത്തെ എപ്പിസോഡിൽ. അങ്ങനെ രാജീവ് ചെന്ന് ബാലചന്ദ്രനോട് പറയുകയാണ്, അവളെ ഇവിടുന്ന് ഇറക്കി വിടണം, അവളെ ഇവിടുന്ന് വേണ്ട, വൈജയന്തിക്കും വേണ്ട, വൈജയന്തിയുടെ മക്കൾക്കും വേണ്ട, നിങ്ങൾക്കും ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് അവളെ ഇങ്ങനെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് അവളെ കൊണ്ട് ആവശ്യമുണ്ട്, അവളെ എൻ്റെ പെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ രാജീവ് പറഞ്ഞു, ഇല്ല, ഞാൻ അവൾക്ക് 22 മണിക്കൂർ അവസരം കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ അവൾ ഇവിടുന്ന് പോകാമെന്ന് അവൾ ഏറ്റിട്ടുമുണ്ട് എന്ന് ബാലചന്ദ്രനോട് പറയുക കേട്ടോ. അങ്ങനെ അലീന പൊയ്ക്കോളാമെന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ബാലചന്ദ്രൻ അല്പം വിഷമമായിപ്പോയി, അല്ലെങ്കിൽ വലിയൊരു ഷോക്കായിപ്പോയി. കാരണം താൻ തോൽക്കുവാൻ പോവുകയാണ് എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ രാജീവിനോട് പറയുകയാണ്, ഇല്ല, അവൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ ജയിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റുവെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും. നേരെ മറിച്ച് അവൾ പോയില്ലെങ്കിൽ ഞാൻ ജയിച്ചു, നിങ്ങൾ തോൽക്കേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ രാജീവ് പറയണം, അതൊക്കെ ഓക്കെ, ഞാനത് ഒരു മത്സരത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്, എന്തായാലും അവളെ ഞാൻ പുറത്താക്കും, അവൾ പോകുമെന്ന് ഏറ്റിട്ടുമുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ തടസ്സം നിൽക്കാൻ നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് രാജീവ് ചില നിബന്ധനകളൊക്കെ വെക്കുക. എന്തായാലും രാജീവിൻ്റെ ആ കടുംപിടുത്തം അത് എത്രത്തോളം എത്തും എന്നൊക്കെ നാളത്തെ വിശേഷം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രാജീവ് അത് ഏറ്റിട്ട് വൈജയന്തിയോട് പറയാം, വൈജയന്തിക്ക് ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് പറയുകയാണ്, ബാലചന്ദ്രനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൻ ഒരു ബാലചന്ദ്രൻ ഒരു മത്സരം പോലെയാണ് ഇതിനെ കണ്ടിരിക്കുന്നത് എന്ന് വൈജയന്തിയോട് പറയാട്ടോ. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് വലിയ സന്തോഷമായി. അതിനോടൊപ്പം അങ്ങനെയൊക്കെ ഒന്ന് കാണണമല്ലോ, ആ മത്സരം നമ്മൾ വിജയിക്കുക ചെയ്യും എന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ നേരെ അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ച് രാജീവ് വലിയ രൂക്ഷമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും, നീ ഇവിടുന്ന് പോകാൻ തയ്യാറായിക്കണം, എത്രയും വേഗം 22 മണിക്കൂറാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്, ബാലചന്ദ്രനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ബാലചന്ദ്രനും സമ്മതമാണ് എന്ന് അലീനയോട് പറയുക. അതിനോട് മാത്രമല്ല രാജീവ് പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും സൗമ്യമായ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ നിന്നോട് പറയുന്നത്, എനിക്ക് നിന്റെ ചെവിക്കല്ല് തീർത്തൊന്നും തരാൻ അറിയാൻ മേലാണ്ടല്ല, അതിപ്പോൾ വേണ്ട എന്ന് വെച്ചിട്ടാണ്, അതുകൊണ്ട് 22 മണിക്കൂർ നിനക്ക് സമയം തന്നിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ നീ പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് അലീന പറയുന്നുണ്ട്, ഞാൻ പൊക്കോളാം എന്ന് അലീന ഏൽക്കുകയും, ഞാൻ എപ്പോഴേ പോകാൻ തയ്യാറായിരുന്നു, എന്തായാലും ഇത്രമായ സ്ഥിതിക്ക് ഞാൻ പോകാൻ തീരുമാനിച്ചെന്ന് പറയുകയും, ഈ സമയത്ത് വൈജയന്തി അതിൻ്റെ അകത്ത് കയറി ഇടപെടുക കേട്ടോ. അങ്ങനെ വൈജയന്തിക്ക് കിട്ടിയ അവസരം പാഴാക്കാതെ അലീനയെ അവസാനമായിട്ടൊന്ന് വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കും. താൻ ജയിച്ചു എന്ന ഭാവത്തിൽ അലീനയെ വേദനിപ്പിക്കുകയും, അങ്ങനെ നീ ശത്രുവാണെന്നും, നീ ഞങ്ങളെ ശത്രുവിനെ പോലെയാണ് കണ്ടതും, ഞങ്ങളെ തോൽപ്പിക്കാനാണ് നീ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുമ്പോൾ അലീന ഒടുവിൽ മനസ്സ് തുറന്ന് കരഞ്ഞു സങ്കടത്തോട് നിറകണ്ണുകളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, അതിനിട്ട് കഴിയത്തുമില്ല, എന്നെ തലയിലും തോളിലും ഏറ്റി നടക്കേണ്ട പ്രായം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ അലീനയുടെ ഈ ഇടറിയ ശബ്ദം കേട്ടപ്പോൾ വൈജയന്തിക്ക് എന്തൊക്കെയോ തോന്നിപ്പോവുക കേട്ടോ. കാരണം തലയിലും തോളത്തും എടുത്തുകൊണ്ട് നടക്കേണ്ട കുഞ്ഞു പ്രായമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പഴയകാല ഓർമ്മയിലേക്ക്, ഒരു കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്കൊക്കെ പോകുന്നത് പോലെ വൈജയന്തിക്ക് തോന്നുന്നുണ്ട്. ഒടുവിൽ പറയുന്നത്, ഞാൻ പൊയ്ക്കോളാം, പക്ഷേങ്കിൽ ഒരിക്കൽ എന്നോട് നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ ഒരിക്കൽ ഓർത്ത് കരയും, നിങ്ങൾ നേരെ കണ്ണുകളോടുകൂടി എന്നെ ഓർക്കും എന്ന് അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് അലീന പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചെയ്തതിന് നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകുകയും, അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ മടിക്കരുതെന്നും വരാതിരിക്കരുതെന്നും ഒരു സൂചന കൊടുത്തിട്ട് അലീന പടിയിറങ്ങുവാൻ തുടങ്ങിയ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഈ അലീന വാക്കുകളൊക്കെ എന്തോ വൈജയന്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങുന്ന പോലെ നമ്മുടെ വൈജയന്തിക്ക് തോന്നുകയൊക്കെ ചെയ്യും, ഒരു ഫീലിങ്സ് തോന്നുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ അലീന പടിയിറങ്ങുന്ന സമയത്താണ് ബാലചന്ദ്രൻ തൻ്റെ മുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത ചില സന്ദർഭമൊക്കെ ഉണ്ടാകുകയാണ്. കാരണം ഒരു തോറ്റു നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ, ഒരു അച്ഛനെ പോലെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അലീന സ്തംഭിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന. വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.